ഹലോ ഗായ്സ്, അപ്പൊ ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ്. കുറച്ച് പരിപാടികളുണ്ട്. എല്ലാരും ബ്ലാക്ക് ആട്ടാ. അപ്പോ പരിപാടികളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഫസ്റ്റ് ലുലു മണിക്കാണ്. നമ്മളിപ്പോ അബ്രാം, ഡിസ്മിൻ, ദേവിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങൂട്ടാ. വേറെ ഒരു സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മള് മാളിക്ക് എത്തിയിട്ടുണ്ട്. ഫോട്ടോ തുടങ്ങി സ്നാപ്പ്. ബാക്ക് സൈഡ് കേട്ടോ, ഫ്രണ്ട് സൈഡ് അപ്പുറത്താണ്. നമ്മള് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ വെച്ച് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാം. അത് ബാക്ക് എൻട്രി ആണ്. ബാക്ക് എൻട്രി ക്ലോസ് ആണെന്ന് അല്ല അല്ല ഓപ്പൺ. ഗേൾസ് ആയ സൈഡ്, ബോയ്സ് ഈ സൈഡ്. ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അവിടെ അറ്റത്താണ് എൻട്രി. നമുക്ക് അങ്ങോട്ട് പോവാം. മേലെ ഭാഗമൊക്കെ എന്തൊക്കെ തൂക്കിട്ട് അടിപൊളിയാക്കിണ്ട് കേട്ടാ. നമ്മുടെ എൻട്രി. ഇപ്പൊ കൊട്ടെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊക്കെ അബ്രാമിന് പ്രൈസ് ഒക്കെ കേട്ടാ. എടുക്കാൻ പറ്റില്ല ഹണി. വാവ്. ഉപ്പുണ്ടോ? കൊള്ളാലേ, അറേഞ്ച്മെന്റ് ഒക്കെ കൊള്ളാലേ. ചെമ്പൊക്കെ എടുത്ത് പോക്കണ്ടല്ലോ. വിചാരിച്ചത്ര പോരാ, വലിപ്പമില്ല. വേണ നിനക്ക് വേണ എത്ര വേണം? ഡബിളായിട്ടാ ഫുഡ് കോർട്ട്. ഹാപ്പി ന്യൂ ഇയർ. നടത്തം കണ്ടിന്യൂ ചെയ്യാണ്. അറ്റത്തെ ഫുഡ് കോർട്ടാണ് നമ്മുടെ ലക്ഷ്യം. ഫുൾ സാധനങ്ങളാട്ടോ, വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ. അയ്യോ, ഇതൊക്കെ കണ്ടിട്ട് കൊതിയാണ് വാങ്ങാൻ. കൊതിയാണോ? ബൂസ്റ്റ് ആണ് കേട്ടോ. ബൂസ്റ്റ് ഡപ്പ ഫ്രീ ഒക്കെ ഉണ്ട്. കുപ്പി പണ്ടൊക്കെ കുപ്പി തീർന്നു. എന്താ പ്രമേ നോക്കണേ? നായ്ക്ക് വാങ്ങണ വേണ്ടേ? ഫിഷ് 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 നാട്ടിൽ നമ്മള് ചൂണ്ടുപിടിക്കുന്ന മീനാട്ടേക്കാണ്. ഓക്കെ, ബിലോപ്പി, കട്ട്ല, റോഹു, നട്ടറ്, അങ്ങട് പുഴമീന, കടൽമീന. ഡിസൈനില് വെട്ടിച്ചിട്ട് കേട്ടോ. ഇവിടെ മസാലയും സംഭവം നല്ല രസത്തിലൊക്കെ വെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മള് നേരെ ഫുഡ് കോർട്ടാണ് നമ്മുടെ ലക്ഷ്യം. പണ്ടത്തെ പോലെ നമുക്ക് ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മള് പെപ്സി ആയിട്ട് വാങ്ങുമ്പോ ഒരു ബോട്ടിൽ എന്തായാലും പണ്ടാ റേറ്റ് വരും. അപ്പൊ ഒരു പെപ്സി വാങ്ങാനുള്ള പ്ലാനാണ്. അബ്രാം റെഡ് ബുള്ള് വർക്കിന്റെ ഫണ്ട് വന്നിട്ടപ്പോ കള്ളൻ. ഓക്കെ, അപ്പൊ മീനിയുടെ പീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഓവനൊന്നുമില്ല. ഒക്കെ നമ്മുടെ ചിക്കൻ ഐറ്റംസ് ആണ്. എല്ലാത്തിനും റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് വാങ്ങാം. ഒരു KG കണക്കിന് തൂക്കി തരും. അല്ലാതെ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തന്തൊരിക്കൊക്കെ നമ്മുടെ കണ്ടുപോണ് കംഫർട്ടബിൾ ആണത്. ആദ്യം ഇത് വാങ്ങിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി വാങ്ങിക്കാം. ഇതാ തന്തൂരി സൗത്ത് ഇന്ത്യൻ സ്പൈസി. അപ്പുറത്തുണ്ട് കുറെ ഉണ്ട്. അവസാനം നമ്മൾ ഡിസൈഡ് ചെയ്തു ഇതാണ് അതിലൂടെ തൂക്കി പാക്ക് ചെയ്ത് തരാ ചെയ്യാം.
ഡിസിഷൻ ഫൈനൽ ഡിസിഷൻ എന്താ? ഇത് 4 മേടിക്കല്ലേ അത്? ഇത് 4 പീസ് വാങ്ങാനാ പറയണേ. പക്ഷെ എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ വെറൈറ്റി വാങ്ങുക നല്ലത്. എന്റെ അഭിപ്രായം നമുക്ക് 4 വെറൈറ്റി ട്രൈ ചെയ്യാം. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. അതല്ലേ കൈസ് നല്ലത്? ബ്രോസ്റ്റിന്റെ കേട്ടാ പല ടൈപ്പ് ഉണ്ട്. ഒരു പീസിന് 50 ഉള്ളു. വിങ്സിന്റെ പീസോ ഡബിൾ ഫിഷ് ഐറ്റംസ് 1/2 കിലോനൊക്കെ 550. കുക്ക് ചെയ്ത് വരുമ്പോ റേറ്റ് പറഞ്ഞത്. റൈസ് ഉണ്ട് കേട്ടോ. റൈസിന് 175 റേറ്റ്. സെറ്റാ. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ലോലിപോപ്പ്, ഡ്രാഗൺ ചിക്കൻ, തൊട്ടപ്പോഴത്തെ ഗ്രേവി ടൈപ്പ് കറികൾ. ഇവിടെ ഫ്രൈ ഉണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ മസാല, ചിക്കൻ 65, മുറുക്ക് മക്കാനി, ഫിഷ് കറി, ചിക്കൻ കറി, പെപ്പർ ചിക്കൻ ഫ്രൈ, കേരള ഗ്രീൻ ചിക്കൻ കറി. അബ്രഹ്മ എന്തത്? അനിയത്തിക്ക് എന്തോ വേണമെന്ന് പറഞ്ഞേ. ആ ശ്രീകേസ് ബോക്സിന് ആയിക്കോട്ടെ അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. ഈത്തപ്പഴൊക്കെ ഉണ്ട് കേട്ടാ. പല വെറൈറ്റി, പല ടൈപ്പ്. 39 അല്ല 399. നോക്ക് 199, 649, 500. വായിലിട്ടാലും ആരൊന്നും പറയില്ല. എടുത്തോ. എടുത്തൊക്കെ വേണ്ട. സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി മാമൻ തൊട്ടപ്പം നിൽക്കുന്നുണ്ട് കേട്ടാ. കാണണ്ട ചങ്ക പൊട്ടി മരിക്കും. ഒരു തേങ്ങയ്ക്ക് 40 രൂപ. സൈസ് എന്തിട്ടാ ഉണക്ക പീസ്. സവാള, ഏയ് കൊള്ളി, കപ്പ കപ്പ. ഇതൊക്കെ പൊളിച്ച് കഴിച്ചിട്ടോ കഴിച്ചിട്ടതൊക്കെ. നാടൻ മണ്ണ് നാടനാണെന്ന് ചോദിക്കണം. അത് കളറാണ്. ചെറിയ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ ആടാ. അല്ലടാ, ഇത് മറ്റേ സൈസ് പറഞ്ഞു. ഇതിന്റെ ഷോല് വെക്കണമാണോ? മധുരക്കായും കട. ഇത് ചേന ചേമ്പ. പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറി കാര്യപ്പെട്ട കാര്യങ്ങളാണ്. എന്ത് രസാല കാണാൻ. ഐ വാഴപ്പിണ്ടി ഉള്ളത് എത്ര റേറ്റ്? 18 രൂപയാ. ഈ സാധനത്തിന്റെ റേറ്റ് അറിയാ? ഈ സാധനം ഇത് നമ്മുടെ കൊപ്രമാണി 45 രൂപ. വെറുതെ പറമ്പിലൊക്കെ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയണ സാധനം അത്. ആ മാങ്ങയ്ക്ക് കിലോ 139. കുഴപ്പമില്ല. പിന്നെ പത്തിരി, റുമാൽ റൊട്ടി, കുബൂസ് ഇവിടെ ഇല്ല കേട്ടോ. ചപ്പാത്തി ഉണ്ട്, നൂലപ്പം ഉണ്ട്. നൂലപ്പം, ഇടിയപ്പം എത്ര റേറ്റ്? 60 രൂപ. കുബൂസ് കാണാല്ലേ? കഴിഞ്ഞിട്ട് നമ്മൾ ഐറ്റം വാങ്ങി നോക്കാം. ചിക്കൻ പോപ്കോൺ, നല്ല അഫോർഡബിൾ റേറ്റ്. ഇത്തിരി സോൾട്ടഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ്. പേരക്കായ, മാങ്ങ, പൈനാപ്പിള്, പനീർ വരെ ദേവി എന്തോ വാങ്ങണം കേട്ടാ. മാങ്ങ ഐ റയർ സാധനം, നാട്ടിലിട്ടാത്ത സാധനമാണ്. വേറെന്താ? പൈനാപ്പിളും പറയണ്ട അവിടെ. അപ്പൊ എന്തേലും മാങ്ങ ഉപ്പ് പിടിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് മാങ്ങ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ട്. മാങ്ങ ഉപ്പ് പിടിച്ചോന്നറിയില്ല. എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അവിടെ മയോണൈസ് നമുക്ക് മയോണൈസ് കൂടി പിടിക്കാം. അവള് അത് വാങ്ങാനാ പോണെന്ന് തോന്നുന്നു. പുളിയിഞ്ചി ബിബിക്ക് സോസ് ആടാ. ഇത് പുളിയിഞ്ചി, ഇത് തക്കാളി കറി. അപ്പൊ ഇതൊക്കെ ജാമോളല്ലോ. ജാമ് എന്ന് തട്ടിയാണ് പറഞ്ഞൂടെ? ആ നമ്മുടെ മയോ പുള്ളിക്കാരൻ പാക്ക് ചെയ്യാണ്. ഓക്കെ, എത്ര രൂപ? 40.
40 രൂപ. 40 രൂപ ഈ ക്വാണ്ടിറ്റി ഓക്കെ അല്ലേ? നല്ല തണുത്ത സാധനം. കേക്ക് കിട്ടാത്തതിന്റെ വിഷമത്തില്ലാട്ട വരണവള്. കൊറേ തെരഞ്ഞു. ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ ഇതുപോലത്തെ കേക്ക് വെക്കാറുണ്ട്. അതാണ് അവള് തെരഞ്ഞു. ഇല്ലല്ലോ ഇല്ലല്ലോ അവിടെ വാടാ മക്കളെ, ഫോട്ടോ എടുക്കാൻ വാടാ. കേക്ക് വാങ്ങാൻ നമ്മളെണ്ടാ എനിക്ക് വേണം വേണ്ടി കപ്പ വാങ്ങിക്കാം. രണ്ടാമത് ചോദ്യമില്ല. ഇല്ല എനിക്ക് വേണ്ട. എടാ നമ്മള് കേക്ക് മുറിക്കണ്ടേ? കുബൂസ് കണ്ടുപിടിച്ചതെന്ന് ഇവിടുന്ന് എടുത്തിട്ട് വരണേ അവരോട് പറയുന്നുണ്ടോ? ഡ്രീം കേക്കാ? കേക്കില് ബിസ്ക്കറ്റ് ഒറ്റ പീസ് ഉണ്ട്. അപ്പൊ നമ്മള് ആ ബേക്കറിക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ ഇതാണ് മേടിക്കാൻ പോണ കേക്ക്. ചീസ് കേക്ക് ഉണ്ട്. നമുക്ക് ഇത് കൂടെ ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാം. ഒന്നും പറയല്ല. പൈനാപ്പിൾ ഉണ്ട്, കിവി ഉണ്ട്, അപ്പത്തിന്റെ വേറെ സാധനം 60 രൂപയ്ക്ക് വെറുതെ നമുക്കറിയില്ല. കാരണം ഈ മാങ്ങാത്ത ഐറ്റംസ് ഇവരമ്മ അവിടെ എന്തൊക്കെയാ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇബ്രാം എന്താ? ഓ സ്നാപ്പില്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മടെ വണ്ടി വിട്ട് നീ പോരുത്. തേമിട്ടായി എത്ര 45 രൂപ. വാവ്, 10 രൂപ വരെ പാക്കറ്റില്ല. അത് അത്രയ്ക്ക് തന്നെ ഉള്ളു അല്ലേ? പക്ഷെ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇതിന്റെ തേനില്ലെങ്കിലേ അതൊരു വല്ലാതെ അവസ്ഥ. അതാണ് പ്രശ്നം. തണുപ്പത്തല്ലേ ചങ്ങണ? തണുത്ത ഉറച്ചുണ്ടാവും. ഈ പേടാ അത് പേട. നമ്മളവിടെ ഇപ്പൊ ഒരു ബോക്സിന് 60 ഉള്ളോന്ന് തോന്നട്ടെ. എന്റെ അമ്മ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഡേവിഡ് സ്മിനെ അവിടെ വാങ്ങിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലുലു മാർക്കറ്റിലത്തെ തെണ്ടല് കഴിഞ്ഞു. നമ്മള് ബില്ല് ചെയ്യാൻ പോവാണ്. മീൻസ് ഇതിന് മേലെ നേരെ ഫുഡ് കഴിക്കാൻ പോവാ. ഈ ക്യൂല് കയറാന്ന് പറയണ. ഈ ക്യൂല് കയറിക്കോ. ഇവിടെ ആൾക്കാർ കുറവാണ്. ആൾക്കാർ കുറവല്ല, പക്ഷെ സാധനങ്ങള് ആൾക്കാരുടെ കയ്യിലുള്ള സാധനങ്ങൾ കുറവാണ്. നമുക്ക് വേഗം ബില്ല് ചെയ്ത് കിട്ടും. അവരോടെ ബില്ല് ചെയ്യണ സമയത്ത് നമ്മള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിട്ടാ. ഇങ്ങനെ പോണേ എവിടെയൊക്കെ വാ. ഇഷ്ടം പോലെ ഇല്ലേ? യൂസഫലി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? വാ നോക്കാം. യൂസഫലി ഉണ്ടാക്കി റെഡ് ബുള്ള് ചിൽഡാണ്. ഇതെന്താ? വാട്ടർ ബോട്ടിൽ. ഇതൊരാരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. മെൻസിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര ലക്ഷറിയാണ്. പക്ഷെങ്കിൽ എത്ര വലിയ ബോട്ടിൽ ലിക്കറും വാങ്ങിക്കാം. അല്ല പിന്നെ ഇപ്പൊ ഫുഡ് കോർട്ടിൽ പോയ ഒരു കുപ്പിക്ക് എങ്ങനെ പോയാലും ഒരു 12 റേറ്റ് ആവും. ഇവിടെ എത്ര 20? ഇവിടെ 20. പക്ഷെ അപ്പുറത്ത് മറ്റേ ഇതെടുക്കും, ലിക്കർ എടുക്കും. 5000 രൂപന്റെ ലിക്കർ ആയാലും അതെടുക്കും. ഐറ്റംസ് ബില്ല് ചെയ്തല്ലോ. ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കോർട്ടിൽ പോകട്ടാ. അല്ലാതെ ഒരു ഐറ്റംസ് ഉണ്ട്. അബ്രാമാണ് മെയിൻ സാധനം പിടിച്ചേക്കണം. പിടിച്ച സാധനം തൂക്കം നോക്കിയാ ഞാൻ തന്നു. എന്തെങ്കിലും പറയണ്ട? നല്ല വിശപ്പുണ്ട്. നിനക്കൊന്നും പറയാല്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ പറ. അടുത്ത ടാസ്ക് ആണ് സീറ്റ് കണ്ടുപിടിക്കല്. 4 പേരുണ്ട്. 4 പേർക്ക് 4 സീറ്റ് കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കണം. സീറ്റ് കണ്ടുപിടിക്കണം. സീറ്റ് ഇങ്ങില്ലെങ്കിൽ അത് വിടും. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കാം. നല്ല ഭാഗ്യമുണ്ട്, തീരെ തിരക്കില്ല. അതുകൊണ്ട് സീറ്റ് കിട്ടും. നമുക്ക് സീറ്റിംഗ് കിട്ടിയിട്ടാ. പ്ലേസ് ചെയ്തോ. പ്ലേറ്റ് എവിടെ? പ്ലേറ്റ് ഇല്ല. നമ്മൾ ഇത് പ്ലേറ്റ് ആക്കും, ഇത് പൊളിച്ച് പ്ലേറ്റ് ആക്കും, അതും പൊളിച്ച് പ്ലേറ്റ് ആക്കും.
ഇതെന്താണ് ഐറ്റം? തന്തൂരി ചിക്കൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ അബ്രാമാണ്. ഡിസ്നി നമുക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്. ദേവി ആരും അറിയാണ്ട് കേക്ക് ആക്കിട്ടാ. ഒറ്റയ്ക്ക് കഴിക്കണൊക്കെയുള്ളു അല്ലേ? അബ്രാമ വായ തുറക്കടാ. ഇപ്പൊ വീടല്ലെങ്കിൽ എങ്ങനെയുണ്ട്? പക്ഷെ ആസ്വദിക്കാൻ പറ്റില്ല, ഞാൻ ഇതിന്റെ തിരക്കില്ല. മെയിൻ ഫോക്കസ്ഡ് ആണ്. സാധനം ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ബസ് 35 രൂപ നമ്മുടെ കുബൂസിന് റേറ്റ് വരണേ. ഇതിനാണെങ്കിൽ ഇതിന്റെ റേറ്റ് അവർ നമുക്ക് അടിച്ചു കയറി കേട്ടാ. 40 രൂപ നമുക്ക് വാങ്ങിക്ക് വരണേ. ഇത് എന്റെ മനസ്സിലോട് പൊടിച്ചിട്ടില്ല. തൊലിയൊക്കെ നല്ല പച്ച കളറാണ്. ഫേസിലൊക്കെ എക്സ്പ്രഷൻ കിട്ടി. മുഖം പറയുന്നില്ല. മുഖം പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട്. പൈനാപ്പിൾ എടുക്കും. പൈനാപ്പിൾ എന്റെ മാത്രല്ലേ? നീങ്കാല പരിപാടി തുടങ്ങിയല്ല. ഒരു കത്തി എടുത്തന്നെ കത്തിനൊക്കെ എന്താടാ മെട്രോ വഴി വന്നതാ. ഇതിന് ആര് വഴി വന്നു ചോദിക്കുന്നു. മുമ്പിലില്ലേ? ബാംഗ്ലൂർ സഞ്ചാരി. സംഭവം സെറ്റ് ആയിട്ടാ. എങ്ങനെയുണ്ട്? നല്ല ഫ്ലേവർ. ഓക്കെ. നമ്മളെ പ്ലേറ്റ് കണ്ട. നമ്മള് പ്ലേറ്റ് വാങ്ങിയില്ല. പ്ലേറ്റ് വാങ്ങാൻ മറന്നു സത്യം പറഞ്ഞ. നമ്മളെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എടുത്ത് മയോണൈസും കൂട്ടി സെറ്റ്. റെഡ് ബുൾ നീ പൊട്ടിക്കണോ ഞാൻ പൊട്ടിക്കണോ? ആയി ഇഷ്ടപ്പെട്ടു നോക്കിയ സംഭവം തീയ സാധനം. പറ്റാ? ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാട്ടോ. ഇനി നമ്മൾ അധികം വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്നില്ല. കുറെ നേരമായി എനിക്ക് വിശക്കുന്നുണ്ട്. സംഭവം ഫുഡ് മുന്നിൽ വെച്ചിട്ട് എനിക്കും സഹിക്കണില്ല. അപ്പൊ ബൈ. തുറന്നോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പിസ്സ വാങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലൻ സാധനം. ആരെങ്കിലൊക്കെ ടോപ്പിങ്സ് ഇടറേ. ബ്രാം പൊളിക്കാണ്. അവന്റെ വായന പിടുത്തം കണ്ട. അത് പറയുമ്പോ വീട്ടുകാര് കണ്ട. എന്റെ ക്ഷമ പോകുന്നു. അതൊക്കെ മതി. എന്റെ ഇഷ്ട സോസ് ഓൾറെഡി മിണ്ടറി. ആവശ്യമില്ല. മതി. നമുക്ക് ഈ വീഡിയോ എത്രത്തോളം സന്തോഷം വരുമ്പോ ഭക്ഷണം കഴിക്കുക, കരിച്ചാകുമ്പോഴും ഭക്ഷണം കഴിക്കുക, കൂട്ടായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. അവന്റെ ജോലയിൽ മറക്കാൻ വേണ്ടി താടി കൊടുക്കുക. ബ്രാമേ പൂശ്. ചീസ് കിട്ടുന്ന സാധനം.
കിട്ടുന്ന സാധനം. ഇതിന്റെ പേരെന്താ? ചിക്കൻ പെപ്പറോണി. ചിക്കൻ പെപ്പറോണി. അബ്രഹ്മ ആദ്യമായിട്ടാണോ പിസ്സ കഴിക്കണേ? ഇതും കൂട്ടി ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഇതില് ആദ്യമായിട്ട് കഴിക്കണ എക്സ്പീരിയൻസ് പറ. സ്ട്രെച്ചബിൾ ആണ്. അത് വലിച്ചു പിടിച്ച് എടാ എന്റെ ചീസ് നീണ്ടില്ല. ചീസ് കട്ടായി പോയി. ഫുഡ് എടുക്കുമ്പോ വീഡിയോ പ്രോപ്പർ ആയില്ലെങ്കിൽ ക്ഷമിക്കുക. കാരണം ഫുഡിന്റെ ആക്കം അറിയാലോ. സ്പിന്നിങ് കുട്ടി ക്രോക്സ് കയറിട്ടാ. ഡയമണ്ടിന്റെ മാല കണ്ടിട്ടുണ്ട്. ഡയമണ്ടിന്റെ ക്രോക്സ്. ഡയമണ്ട് ക്രോക്സ് അതെന്താണ്? കേക്കിന്റെ മുകളിൽ മാത്രം കണ്ട സാധനത്തെ ചെരുപ്പുമിലും. ആടാ. ഇവിടെ ഓൺലൈനിലെ റേറ്റ് കുറവ്. ഓൺലൈനില് 1200 900 കിട്ടി. ഇവിടെ 4000. അത് സ്റ്റാർട്ടിങ് അപ്പൊ നമുക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റിൽ ഒന്ന് മനസ്സിലാക്കി നമ്മൾ റിട്ടേൺ പോകുന്നു. മെട്രോ കയറാം. മെട്രോ സ്റ്റുഡിയോ പോവാ. സ്റ്റുഡിയോ പോവാ. സ്റ്റുഡിയോ വാ. സമ്മതിച്ചെടുക്കേ. കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്താ സ്റ്റാർ? ഇതെന്താ ബൾബ്? മേലെ ഭാഗം കണക്ക് കിരീടം ബൾബ്, പക്ഷെ അടിയിലെ ബൾബിന്റെ സിസ്റ്റം. ഒരു ഫോൺ നോക്കണം പറയുമ്പോ നമ്മള് ലുല്ലു കണക്റ്റിക്ക് പോവാട്ടോ. കുറെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പെർഫ്യൂം. ബിസ്മിൻ എന്താ സ്റ്റോപ്പായ പെർഫ്യൂം നോക്കണ? നല്ല സ്മെല്ലിട്ട് ഈ ബാധിക്കാൻ നോക്കാം അല്ലേ? ലൂമിനോസ് ഇല്ല, ബ്ലൂ കളർ. നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ഡാവ് പറഞ്ഞ് വീഡിയോ എടുക്കരുത്. ഇഷ്ടമായ ഡിസ്മിന്? ജനുവരി. അപ്പൊ ഇതാണ് ലുലുവിന്റെ ഫ്രണ്ട്. നമ്മളിത് കാണുന്ന ക്രിസ്മസ് ട്രീയുടെ വീഡിയോ വ്ളോഗിൽ ഇട്ടുണ്ട് മുന്നേ. ഇവിടെ ന്യൂ ഇയറിന് പൊട്ടിക്കാൻ വേണ്ടി പടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരാ എന്തെങ്കിലും പറയണ്ട. കുടിക്കാൻ വാങ്ങിക്കാന്ന് കേക്ക്. ഓക്കെ കേക്ക് വാങ്ങിക്കോ, കേക്ക് വാങ്ങിക്കോ. അപ്പൊ ദൈവമൊക്കെ കേക്ക് വാങ്ങിച്ചിട്ട് വരാന്നാ വേറെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വ്ളോഗ് അവസാനിക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ.